പന്ന കഴിവുള്ളവനെ കൊല്ലുന്നില്ല എന്റെ പെങ്ങളെയും പിള്ളേരെയും ഒരു കരയോഗ സെക്രട്ടറി എന്നല്ലേ ഞാനാ പറയുന്നത്. വേണ്ട വേണ്ട. 25,000 രൂപയും 10 പവന്റെ ആഭരണവും എന്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് അവന് നൽകിയതാ. എന്നിട്ടാണ് അവൻ കൊല്ലും. ആ സ്ത്രീധന കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അപ്പൊ പിരിയാൻ തന്നെ തീരുമാനിച്ചോ? ജോലി ചെയ്യുന്നിടത്തൊരു ഭാര്യ, നാട്ടിലൊരു ഭാര്യ. ഇതെന്താ വെള്ളരിക്കാ പൊട്ടണോ? എന്റെ പെങ്ങൾക്കും കുട്ടികൾക്കും ഇങ്ങനെ ഒരു തന്നെ വേണ്ട. അല്ല ശിവൻകുഞ്ഞെ, ആരാണ്ടോ പറഞ്ഞ നമ്മളിത് വിശ്വസിക്കണോ? ഒന്ന് അന്വേഷിച്ച് സത്യം അറിഞ്ഞിട്ട് പോരെ. ആരാണ്ടല്ലോ എവന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പോലീസുകാരെ ഇവിടെ ഒന്ന് പറഞ്ഞത്. അവർക്ക് ഈ കാര്യത്തിൽ കളവ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഗോവിന്ദപിള്ള സാറോട് നിൽക്കുന്നിടത്ത് വെച്ചാ അവർ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞത് അല്ലേ സാറേ? പറഞ്ഞു, പക്ഷെ കയ്യിലടിച്ച് സത്യം ചെയ്തോന്നൊരു സംശയം. എനിക്കൊരു സംശയമില്ല. എന്തായാലും രവീന്ദ്രൻ പിള്ളയ്ക്ക് എന്താ പറയാനുള്ളത് കൂടെ ഒന്ന് അറിയട്ടെ. പിള്ള എന്താ പറയുന്നു? അവനൊന്നും പറയാൻ പറ്റത്തില്ല. എടാ, നീ തെക്കിലെടുത്തുകാരോടാ കളിക്കുന്നത്. തെക്കിലെടുത്ത് കുടുംബം ഇപ്പൊ അല്പം പഴങ്ങളിലാണെങ്കിലും ആത്മാഭിമാനം വിട്ട് ജീവിച്ചിരിക്കില്ല. ഞാനിതെങ്ങനെ സഹിക്കും സാറേ? ഇങ്ങോട്ട് വന്നേ. അല്ല, പിരിയുന്നെന്ന് പറഞ്ഞാൽ പിള്ളേരും പിറിങ്ങിനെയോട്ട് പെങ്ങളങ്ങ് വീട്ടിലോട്ട് വരും. ആലോചിച്ച് തന്നെയാണോ? ആലോചിച്ച് തന്നെ. പക്ഷെ എന്റെ സ്ത്രീധന പണം എനിക്ക് തിരിച്ചു കിട്ടണം. അത് മേടിച്ചു തരാൻ സാറിന് പറ്റുമോ? പറ്റും. പക്ഷെ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നാട്ടു നടപ്പനുസരിച്ചുള്ള വ്യവസ്ഥകൾ. ഒരു ചെറിയ കമ്മീഷൻ. അത് ഞാൻ ഏറ്റു. എന്റെ കഴുത്തിന് മുകളിൽ ജീവനുണ്ടെങ്കിൽ ഞാനത് സാറിന് തന്നിരിക്കും. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. വടക്കിനേടത്ത് തെക്കിനേടത്ത് കുടുംബക്കാരെ കുറിച്ച് എന്താടാ കരുതിയെ? തെക്കിനേടത്ത് കുടുംബത്തിലെ മൂത്ത കാർന്നോരാരാ നിനക്ക് അറിയാവടാ? എരപ്പാളി. അല്ല, ഇവൻ. നിന്റെ ഭാഗ്യം കൊണ്ടായി കുടുംബത്തിൽ നിന്ന് നിനക്കൊരു ബന്ധം കിട്ടിയത്. ഞാനൊരു തീയതി നിശ്ചയിക്കും. അന്ന് നീ തെക്കിലെടുത്ത് കാർന്നോരുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്ത്രീധനം എന്റെ കാൽ കീഴിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും. മോളെ കൂടപ്പുറത്തെ കാർത്തിയാനി മാർദോ സർ, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഇറങ്ങി ഇവിടുത്തെ പൊറുതി മതി. അഭിമാനം വിട്ടിട്ടൊരു ജീവിതം നമുക്ക് വേണ്ട. മോളെ വാ. ശിവൻപിള്ള. കാർത്തി, നിന്നെ ഞാനാ വിളിക്കുന്നത്. ശിവൻ കൊച്ചാട്ടൻ നെഞ്ചിന് ഇത്തിരി ചൂടുള്ളത്തോളം കാലം നിന്നെയും പിള്ളേരെ ഞാൻ പട്ടിണി കിടത്തില്ല. പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇറങ്ങി വാ. ശിവൻകുഞ്ഞെ, ദൈവത്തെ ഓർത്ത് ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്കാം. നിനക്കെന്താ ഞങ്ങളുടെ സമുദായത്തെ കാര്യം? പിന്നെ എന്റെ കാർത്തൂനെ ഞാൻ ജീവനോടെ കിട്ടിട്ടില്ല. പലവട്ടം ശ്രമിച്ചു. അവളുടെ ആങ്ങളമാരും കരയോക്കാരും അതിന് സമ്മതിച്ചില്ല. അന്നാ പോലീസുകാർ വന്ന് പറഞ്ഞത് എല്ലാവരും അങ്ങ് വിശ്വസിച്ചു അല്ലേ? സത്യത്തിൽ അവർക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്തായിരുന്നു? എന്നെ മാനസികമായിട്ട് തകർക്കുക. ഒരു കള്ളൂടിയൻ എന്തെങ്കിലും പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുവോ? ഞാൻ പറഞ്ഞില്ലേ, കള്ള് കൈകൊണ്ട് പോലും തൊടാത്ത എനിക്ക് ആദ്യം മദ്യൊഴിച്ചിരുന്നത് SP ശശീന്ദ്രൻ സാറാ. ഏതായാലും ആ കൈനീട്ടം ഫലിച്ചു. 35 വർഷം സ്വബോധമില്ലാതെ കുടിച്ചു. മിനിയാന്ന് രാത്രി വരെ. എന്തുകൊണ്ടാ കുടിയനായെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. സിവിൽ ഡ്രസ്സിൽ പോലീസുകാർ പിന്തുടർന്നു എന്ന് പറഞ്ഞില്ലേ? എത്ര കാലം ഉണ്ടായിരുന്നു അത്? ഒരു 6 മാസക്കാലം. പിന്നെ ഞാനൊന്നും പുറത്തു പറയില്ല എന്നവർക്ക് തോന്നിക്കാണും. അല്ല, പിന്നെ പുറത്തു പറഞ്ഞിട്ട് കാര്യമില്ലാതായല്ലോ. എന്റെ എല്ലാം വീടും കുടുംബവും പിള്ളേരും എല്ലാം കൈവിട്ടു പോയിട്ട്. അന്നത്തെ നക്സൽ മുന്നേറ്റങ്ങൾ ശരിയായിരുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ അവരൊക്കെ നല്ല ആളുകളായിരുന്നു. പിന്നെ സൈബറേയും മറ്റും കൊന്നത് നിവർത്തിയേടുകൊണ്ട് അവരങ്ങനെ ചെയ്തത്. ഈ 35 വർഷത്തിന് ശേഷം ഇപ്പൊ ഇക്കാര്യം തുറന്നു പറയാൻ തോന്നി. ഇനി പുള്ളി വല്ലതും കഴിക്കട്ടെ. കാലത്തൊന്നും കഴിച്ചല്ല. അല്ല സർ, ഇത്രയും കാലം മൂടിവെച്ച ഈ സത്യം ഇപ്പൊ പുറത്തറിയിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം?
അജവാ മായാവി